സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ അങ്ങനെ സ്നേഹപൂർവ്വം ഷാമയിൽ മഹാ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് വരുണിൻ്റെ അധികം പാട്ടൊക്കെ പാടി പൂർത്തിയാക്കിയതിന് ശേഷം ഫിദയുടെ അരികിലേക്ക് എത്തുവാണ്. ഈ സമയം അവിടെ ഷാമയും അമൃതയും പിന്നെ മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ചേർന്ന് രാധികനെ കുറിച്ചായിരിക്കും കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം അവരുടെ മനസ്സിൽ തോന്നിയൊരു സംശയം ചോദിക്കുവാണ്. രാധിക ശരിക്കും ശ്യാമ മേഡത്തിൻ്റെ മകളാണോ? അങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും രാധിക മരണം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് തന്നെ രാധികയ്ക്ക് സംശയം തോന്നാത്ത രീതിയിൽ ശ്യാമ എന്തൊക്കെയോ പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുവാണ്. അതിനുശേഷം ഫിദയോടും അമൃതയോടും ഒക്കെ യാത്ര പറഞ്ഞ് വരുണിൻ്റെ രാധിക ഇറങ്ങുവാണ് കേട്ടോ. അവരിറങ്ങി അതിന് തൊട്ട് പിന്നാലെ തന്നെ ഫിദയും അമൃതയും ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന്. അങ്ങനെ കാറിന് വരുണിൻ്റെ അധികം പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വഴിയിൽ ഒരു വലിയ മരം വന്ന് വീട് വഴി ബ്ലോക്കായി കിടക്കുന്നതാണ് കേട്ടോ അവർ കാണുന്നത്. ചേട്ടാ ഇതിപ്പോൾ എന്തു പറ്റി? അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കാറിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം അവരുടെ അരികിൽ കൂടി ബൈക്കിന് വന്നവർ വരൻ്റെ കയ്യിൽ നിന്നും വണ്ടിയുടെ ചാവിയോ എന്തോ തട്ടിപ്പറിച്ച് അവിടെ നിന്നും വണ്ടി വിട്ടു പോകുവാണ്. ഇത് കാണുന്നതും വരുൺ അവർക്ക് പിന്നാലെ ഓടുവാണ്. തൊട്ട് പിന്നാലെ തന്നെ രാധികയും വരുണിൻ്റെ പുറകെ ആയിട്ട് ഓടുന്നുണ്ട് കേട്ടോ. ഈ സമയത്തായിരിക്കും ഫിദയുടെ അമൃതയുടെയും കാറ് അതുവഴി വരുന്നത്. അല്ല, വരുണിൻ്റെ രാധികയുടെയും കാറാണല്ലോ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അവർ കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്തായിരിക്കും കേട്ടോ രാധികയും അവിടെ വരുണിൻ്റെ പിന്നാലെ ഓടുന്നത് അവർ കാണുന്നത്. അങ്ങനെ അവരും അങ്ങോട്ടേക്ക് നടക്കുവാണ്. ഈ സമയം വരുൺ അങ്ങനെ ഓടിയെത്തുമ്പോൾ വരുണിനെയും രാധികനെയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് 3-4-5 ഗുണ്ടകൾ അവരുടെ ചുറ്റും വന്ന് നിൽക്കുവാണ്. ഇതെല്ലാം ബെഞ്ചമിൻ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളായിരിക്കും കേട്ടോ. ബെഞ്ചമിൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ അവരങ്ങനെ വരുണിനെയും രാധികനെയും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇതേസമയം അവർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് ബെഞ്ചമിനും നിൽക്കുന്നുണ്ടാവും. അങ്ങനെ രാധികയുടെ ജീവൻ എടുക്കാനായിട്ട് തോക്കും ചുണ്ടി റെഡിയായി നിൽക്കുന്ന ബെഞ്ചമിനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അതിനുശേഷം വരുൺ ആ ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ഇതിൻ്റെ ഇടയിൽ ഫിദയും അമൃതയും അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും രാധികയ്ക്ക് വെടികൊള്ളാൻ പോകുന്നത് കാണുന്ന ശ്യാമയാണെങ്കിൽ രാധികയെ തള്ളി മാറ്റുകയും അതിൻ്റെ ഇടയിൽ ശ്യാമക്ക് വെടികൊള്ളുകയും ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മഹാ എപ്പിസോഡ് പ്രൊമോ റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് കാണണേ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനും ഫുൾ എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്